എക്സാലോജി കേസിൽ വീണ വിജയനെതിരായ SFIO അന്വേഷണത്തിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയെന്ന് നിരീക്ഷിക്കുന്നവർ ഏറെ. സ്വർണ്ണക്കടത്ത് കേസിലെ EDയുടെ അന്വേഷണ പരിധിയിൽ കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസുമുണ്ട്. ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെതിരായ CBIയുടെ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോൾ. ജാർഖണ്ഡിൽ ഹേമന്ത് സോറനെ കള്ളപ്പണ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. രാജ്യത്ത് കേന്ദ്ര ഏജൻസികളുടെ നോട്ടപ്പുള്ളികളായ മുഖ്യമന്ത്രിമാർ ആരൊക്കെ, മുൻ മുഖ്യമന്ത്രിമാർ ആരൊക്കെ? അരവിന്ദ് കെജ്രിവാളിനോട് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ 5ാം തവണയും ED നോട്ടീസ് നൽകിയിരിക്കുകയാണ്. മദ്യമാഫിയയിൽ നിന്നും 100 കോടി രൂപ കോഴ വാങ്ങിയെന്ന കേസിലാണ് കെജ്രിവാൾ അന്വേഷണം നേരിടുന്നത്. ഇതേ കേസിൽ ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ കഴിഞ്ഞ 10 മാസമായി ജയിലിലാണ്. AP മന്ത്രി സത്യേന്ദ്ര ജെയിനും MP സഞ്ജയ് സിംഗും പിന്നാലെ ജയിലിലായി. തെലങ്കാന മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ യുവമുഖവുമായ രേവന്ത് റെഡ്ഡി കള്ളപ്പണ കേസിൽ അന്വേഷണം നേരിടുന്നു. പ്രതിപക്ഷത്തിരിക്കെ തെലങ്കാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ തനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ 50 ലക്ഷം രൂപ കൈക്കൂലി നൽകിയെന്നതാണ് കേസ്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം 2015 ജഗനെതിരെ ED കേസെടുത്തു. ജഗന്റെ ഉടമസ്ഥതയിലുള്ള ഭാരതി സിമന്റ്സിലെ സാമ്പത്തിക ഇടപാടുകളാണ് കേസിന് ആധാരം. ഭൂപേഷ് ബാഗേലിനെതിരെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് മാത്രം 3 ED കേസുകളുണ്ട്. മഹാദേവ് ബെറ്റിംഗ് ആപ്പ് കേസിൽ 500 കോടിയോളം രൂപ ബാഗേൽ കൈക്കൂലി വാങ്ങിയെന്ന് വോട്ടെടുപ്പിന് തൊട്ടുമുമ്പ് ED ആരോപിച്ചിരുന്നു. ലാലു പ്രസാദ് യാദവ്, ഭാര്യയും മുൻ മുഖ്യമന്ത്രിയുമായ റാബ്രി ദേവി, മകൻ തേജസ്വി യാദവ്, മകൾ മിഷ ഭാരതി എന്നിവർ ED അന്വേഷണം നേരിടുകയാണ്. 2004-2009 കാലത്ത് റെയിൽവേ മന്ത്രിയായിരിക്കെയുള്ള ജോലിക്ക് ഭൂമി അഴിമതി കേസിലാണ് ലാലുവിനെ ഇപ്പോൾ ED വട്ടം കറക്കുന്നത്. റെയിൽവേ മന്ത്രിയായിരിക്കെ സ്വകാര്യ കമ്പനികളെ വഴിവിട്ട് സഹായിച്ചെന്ന മറ്റൊരു കേസുമുണ്ട് ലാലുവിനെതിരെ. ഹരിയാന മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപീന്ദർ സിംഗ് ഹൂഡ മനേസർ ഭൂമി ഇടപാട് കേസിലാണ് ED അന്വേഷണം നേരിടുന്നത്. അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിന് പഞ്ച്ഗുളയിൽ ഭൂമി അനുവദിച്ച കേസിലും അന്വേഷണം നേരിടുന്നു. അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും ആംബുലൻസ് അഴിമതി കേസിൽ പ്രതികളാണ് ഇവർ. 2010 ചികിത്സ ഹെൽത്ത് കെയറിന് വഴിവിട്ട മാർഗങ്ങളിലൂടെ ആംബുലൻസ് സർവീസ് നടത്താൻ കരാർ നൽകിയെന്നതാണ് കേസ്. ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും സമാജ്വാദി പാർട്ടി തലവനുമായ അഖിലേഷ് യാദവ് ഗോമതി നദീതീര പദ്ധതി അഴിമതി കേസുകളിൽ CBI ED അന്വേഷണങ്ങൾ നേരിടുകയാണ്. മായാവതിയുടെ പേര് കേന്ദ്ര ഏജൻസികളുടെ FIR-ൽ ഇല്ല. പക്ഷേ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിലെ പല പദ്ധതികളും അന്വേഷണ പരിധിയിലാണ്. ഫറൂഖ് അബ്ദുള്ളക്കെതിരായ ED കേസ് ജമ്മു കശ്മീർ ക്രിക്കറ്റ് അസോസിയേഷന് BCCI നൽകിയ ഗ്രാന്റിൽ ക്രമക്കേട് ആരോപിച്ചുള്ളതാണ്. ഫറൂഖിന്റെ മകനും ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ളയെ J&K ബാങ്കിലെ സാമ്പത്തിക ഇടപാടുകളും ഡയറക്ടർമാരുടെ നിയമനവും സംബന്ധിച്ച കേസിൽ 2022 ചോദ്യം ചെയ്തിരുന്നു. മെഹബൂബ മുഫ്തിയും J&K ബാങ്കുമായി ബന്ധപ്പെട്ട കേസിൽ ED അന്വേഷണം നേരിടുന്നു. നബാം തുക്കിക്കെതിരെ ബന്ധുക്കൾക്ക് വഴിവിട്ട് കരാറുകൾ നൽകിയെന്ന കേസിൽ 2019 CBI കേസെടുത്തു. തെളിവുകളുടെ അഭാവത്തിൽ കേസ് CBI അവസാനിപ്പിച്ചെങ്കിലും CBIയുടെ FIR-നെ അടിസ്ഥാനമാക്കി അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ED കേസെടുത്തു. ഒക്രം ഇബോബി CBI ED അന്വേഷണങ്ങൾ നേരിടുന്നുണ്ട്. ഒക്രം മുഖ്യമന്ത്രിയായിരുന്ന കാലത്തുള്ള കോടികളുടെ മണിപ്പൂർ ഡെവലപ്മെന്റ് സൊസൈറ്റി അഴിമതി കേസിൽ 2019 അദ്ദേഹത്തിനെതിരെ CBI കേസെടുത്തത്. പിന്നാലെ EDയും അന്വേഷണം തുടങ്ങി. ശങ്കർ സിംഗ് വഗേല കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രിയായിരിക്കെ മുംബൈയിലെ സർക്കാർ ഭൂമി വിറ്റ് ഖജനാവിന് 709 കോടിയുടെ നഷ്ടമുണ്ടാക്കിയെന്ന കേസിൽ CBI ED അന്വേഷണങ്ങൾ നേരിടുന്നു. ശരത് പവാർ മഹാരാഷ്ട്ര കോപ്പറേറ്റീവ് ബാങ്ക് അഴിമതി കേസിൽ ED അന്വേഷണം. ഇതേ കേസിൽ അദ്ദേഹത്തിന്റെ ബന്ധുവും പാർട്ടിയുടെ യുവമുഖവുമായ രോഹിത് പവാറിനെതിരെയും ED കുരുക്ക് മുറുക്കുകയാണ്.